ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ദേ സ്കൂളിൽ പോയി തിരിച്ച് വന്ന് കയറുന്ന വഴിയാണ്. ഇനിയിപ്പം മൊത്തം ഇന്ന് ക്ലീനിങ് ആണ് ഇന്നത്തെ പരിപാടി. അപ്പം അതോർത്ത് വിഷമിച്ച് വന്ന് കയറുക. ഞാൻ ഇന്നലെ തന്നെ ഇന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ രാവിലെ കറിയൊക്കെ വെച്ചു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം രാവിലെ സ്കൂളിൽ നിന്ന് വന്ന് നേരെ ചോറ് അടുപ്പിലോട്ട് വെച്ചു. അതാകുമ്പോൾ അവിടെ കഴിക്കാൻ നേരം ആകുമ്പോഴത്തേനും ആയിരുന്നോളൂ. അപ്പം ചോറ് വെച്ചിട്ട് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ രാവിലെ അതും കുറച്ച് നട്ട്സും ഒക്കെ കൂടെ കഴിച്ചങ്ങ് വയറ് ഫുള്ളാക്കിയിട്ട് പരിപാടിക്ക് കയറുവാണെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ തളർന്നു പോകും. കാരണം തൂക്കാനും തുടയ്ക്കാനും എല്ലാ പരിപാടിയുണ്ട്. തുടയ്ക്കുന്ന ഞാൻ 2 ദിവസം ആഴ്ച ചെയ്യത്തുള്ളൂ. അങ്ങനെ അതെല്ലാം പിറക്കി അവിടെ ടോയ്സ് മുഴുവൻ നിരത്തിയിട്ടേക്കുവാ ഹാളിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഹാൾ ഇരിക്കുന്ന ഭാഗം അവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യും. അവനോട് എത്ര പറഞ്ഞാലും അവൻ ആ ഹാളിൽ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് മാത്രമേ കളിക്കത്തുള്ളേ. അപ്പം അവിടെ കൊണ്ടുപോയി ബിൽഡിംഗ് സെറ്റ് വെച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. ഞാനാണ് തൂത്ത് വരുമ്പോൾ ഡെയിലി അതെല്ലാം മാറ്റിക്കളയും. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ അതിനെ ചൊല്ലി വഴക്കും, പിന്നെ ആദ്യയുടെ കരച്ചിലും ബഹളം അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഒരു വണ്ടി ഉണ്ടാക്കി വെച്ചേക്കുക. പിന്നെ ഞാൻ കയ്യോടെ തട്ടാതെ മുട്ടാതെ എടുത്തങ്ങ് സൂക്ഷിച്ച് വെച്ചതാ. അല്ലേ വരുമ്പോൾ അതിനും കൂടെ കിട്ടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ മോപ്പ് ഭയങ്കര ഈസി ആയിട്ടോ തുടയ്ക്കാണ്. ആദ്യമൊക്കെ എനിക്ക് ഇതിൻ്റെ ഒരു നാക്ക് അറിയത്തില്ലായിരുന്നു, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇപ്പം അത് തുടച്ച് ശീലമായിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപാടി ചെയ്യാൻ പോകുവാണ്. ഈ ഡ്രോയർ മൊത്തം നിരന്ന് കിടക്കുക. എല്ലാത്തിനകത്തും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ, മരുന്നുകൾ, പിന്നെ എൻ്റെ കുറേ സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഫുഡിൻ്റെ പാത്രങ്ങൾ ഞാൻ കുറേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും കളയത്തില്ല. അത് ഞാൻ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാനും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നൊക്കെ ഓർത്ത് തന്നെ എടുത്ത് വെച്ചിരുന്നായിരുന്നു. അപ്പം മരുന്നെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ, ഇത് എന്നാ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ മൊത്തം അതിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെച്ചു. എന്നിട്ട് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം എക്സ്പയർ നോക്കിയും അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി. അതുപോലെ ആ കവറിലുള്ളതൊക്കെ പേരെഴുതിയും അങ്ങനെയൊക്കെ ഇതിന് അടിയിലാക്കി വെച്ചു. അങ്ങനെ ഇതിനകത്താക്കിയപ്പോൾ കണ്ടോ നിരന്ന് വാരിക്കിടന്നിരുന്ന സാധനം ഇപ്പം നല്ല സ്പേസായി. ഇനി അതിൽ എത്ര സാധനം വേണമെങ്കിലും വെക്കാനുള്ള സ്പേസുമായി. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഓർഗനൈസർ അങ്ങ് പൊക്കി എടുത്താൽ അതിൽ നിന്ന് എടുക്കാം. അത് ക്ലീൻ ചെയ്യാനും എളുപ്പമുണ്ട്. ഇനിയിപ്പം മെയിൻ ആയിട്ടുള്ള എൻ്റെ കുറച്ച് കമ്മലുകളാട്ടോ, എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം അത് ഇതുപോലെ ഞാൻ ഓരോ ബോക്സിലാക്കി വെക്കുവാണ്. ഏകദേശം ഒരേ ടൈപ്പുള്ള എല്ലാം ഒന്നിച്ചും അങ്ങനെയൊക്കെ വെക്കുക. ഇത് കുറേ നാളായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതിൽ ഞാൻ ആ ചെറിയ ബോക്സ് കാണുന്ന മയണൈസിൻ്റെ കുപ്പിയും അങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടുമ്പോൾ അത് കളയാതെ അതിനകത്താക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇതിനകത്താക്കി. പിന്നെ ഈ ചെറിയ ഒരു ഇതാ കാണുന്നത് ബിസ്ക്കറ്റിൻ്റെ ആണോ നട്ട്സിൻ്റെ എന്തിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പം അതും ഇതിനകത്ത് ഏതായാലും കറക്റ്റ് സെറ്റ്, അളവ് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ കമ്മലെല്ലാം ഓരോന്നും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് അങ്ങനെ എൻ്റെ ഡ്രോയർ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേ അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂവിൻ്റെ ഷെല്ല് കുറേ നാളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആർട്ട് ദീവേ ചെയ്യാമെന്ന് ഓർത്തായിരുന്നു. അങ്ങനെ അത് വെച്ച് ഞാൻ കുറച്ച് ഹണി ബീയോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്നത് അതെല്ലാം എടുത്ത് കളഞ്ഞ് അതെല്ലാം മൊത്തത്തിൽ പിന്നെ തുടച്ച് അങ്ങനെ അത് ഓക്കെ ആക്കി. പിന്നെ നേരെ വന്ന് കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, അത് കഴുകി. ഇനിയിപ്പോൾ എൻ്റെ സിങ്ക് ക്ലീൻ ആക്കാൻ പോകട്ടെ. അപ്പം നിങ്ങൾ കണ്ടായിരിക്കും എൻ്റെ പാലും പാത്രത്തിൻ്റെ പുറത്തൂടെയൊക്കെ, അതുപോലെ ഈ വാഷ് ബേസ് സിങ്കയിൽ അവിടുത്തെ ടൈൽസ് ഇങ്ങനെ വെള്ളം വീഴുന്നിടത്തൊക്കെ ഒരു വൈറ്റ് ഡോട്ട് അത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുഴപ്പമായിട്ടോ. അപ്പം അതെല്ലാം പോയി നല്ല സിങ്ക് നല്ല ക്ലീൻ ആവാൻ. അതുപോലെ തന്നെ അതിൻ്റെ വക്കത്തൊക്കെ എന്തെങ്കിലും പായലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധികം പ്രഷർ കൊടുത്ത് ഉരയ്ക്കാതെ തന്നെ പെട്ടെന്ന് പോവുകയും അടിപൊളിയായിട്ട് ക്ലീനും ആകുന്ന സാധനം കേട്ടോ കൊക്കക്കോള. ഇത് ഞാൻ നേരത്തെ മേടിച്ചപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കുടിക്കാൻ മേടിച്ചപ്പോൾ എടുത്ത് മാറ്റി വെച്ചു. അപ്പം നിങ്ങൾ ഇനി കൊക്കക്കോള മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആകും. പിന്നെ അതും കഴിഞ്ഞ് നേരെ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതും ഞാൻ കൊണ്ടുപോയി മെഷീനിൽ ഇട്ടിട്ട് അപ്പോഴത്തേനും 11:30 പിന്നെ നേരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ കാണുന്നവരോ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.